കണ്ണുനീർത്താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർത്താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. കൂരിൽ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കായി. കൂരിൽ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കായി. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിസ്നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുദിന വചനം, ദ ഗാഡ് ഹൂ വൈപ്സ് ദ ടീയേഴ്സ്, കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 4-5 വാക്യങ്ങൾ. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളിച്ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവിടുന്ന് കൽപ്പിച്ചു. He will wipe away every tear from their eyes, and death shall be no more. Neither shall there be mourning, nor crying, nor pain anymore, for the former things have passed away. And he who was seated on the throne said, Behold, I am making all things new. Also he said, Write this down, for these words are trustworthy and true. Amen. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു വിശുദ്ധ ദിനം കൂടെ തന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവമേ, തിരുവചനം ഞങ്ങൾക്കായി വിളമ്പിത്തരണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം. നമ്മുടെ കണ്ണുനീർ മാറ്റിത്തരുന്ന പുസ്തകമാണ് ദൈവത്തിൻ്റെ വചനം. കണ്ണുനീർ തുടച്ച് ആനന്ദം നൽകുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. തിരുവചനത്തിലൂടെ വെളിപ്പാട് പുസ്തകം 21-4-5 വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചത് നാം ഇപ്പോൾ കേട്ടു. നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കുന്നവനാണ്
നമ്മുടെ രക്ഷകനായ യേശു. നമ്മുടെ വിലാപത്തെ നൃത്തമാക്കുന്നവനാണ് കർത്താവ്. ക്രിസ്തീയ ജീവിതം സുഖവും ദുഃഖവും നിറഞ്ഞതാണെങ്കിലും എന്നും നമുക്ക് ദുഃഖം ഉണ്ടാകുകയില്ല. ജീവിതം ജീവിതമാകണമെങ്കിൽ സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് പെണ്ടുലമാടുന്നു ജീവിതം. അത് ജീവിതം സുഖദുഃഖ സമ്മിശ്രങ്ങളാണ് നമ്മുടെ ജീവിതം. എങ്കിലും എപ്പോഴും കണ്ണീരോടുകൂടി ഇരിക്കാൻ ദൈവം അനുവദിക്കില്ല. 30-ാം സങ്കീർത്തനം 5-ാം വാക്യം, അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്നു രാപ്പാർക്കും, ഉഷസ്സിലോ സന്തോഷഘോഷം വരുന്നു. വളരെ വ്യക്തമാണ് ദൈവത്തിന്റെ വചനം. ദുഃഖത്തിന്റെയും നിരാശയുടെയും കടബാധ്യതകളുടെയും രോഗത്തിന്റെയും ആകുലതയുടെയും സന്ധ്യകൾ ജീവിതത്തിൽ ഉണ്ടാകാം. ശരിയായി പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ മനസ്സ് തകർന്ന അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വരാം. കഷ്ടതകളുടെ രാത്രിയിൽ കണ്ണുനീർ കാണുന്നതിനോ സഹായത്തിന് ആരും കടന്നു വരണമെന്നില്ല. എന്നാൽ നമ്മുടെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. വേദനയുടെ രാത്രിയാമങ്ങൾ കഴിഞ്ഞാൽ ഒരു പ്രഭാത സൂര്യന്റെ ഉദയമുണ്ടെന്ന് മറന്നുപോകരുത്. ആ പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ നമ്മളെ ആനന്ദഘോഷങ്ങളിൽ വഴി നടത്തും. യേശുവാണ് ആ ഉദയ സൂര്യൻ. ലേവ്യരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഹോമയാഗത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ലേവ്യർ പുസ്തകം 6-9-12 വാക്യങ്ങൾ, ഹോമയാഗത്തിന്റെ പ്രമാണമാണിത്. ഹോമയാഗം രാത്രി മുഴുവനും ഉഷസ് വരെ യാഗപീഠത്തിന്മേലുള്ള വിറകിന്മേൽ ഇരിക്കുകയും യാഗപീഠത്തിലെ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയും വേണം എന്ന് ലേവ്യരുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഹോമയാഗത്തിനായി ഉപയോഗിക്കുന്നത് കാള, കോലാട്, കുറുപ്രാവ്, പ്രാവിൻ കുഞ്ഞ് എന്നിവയാണ്. ഇവ തീയിൽ രാത്രി മുഴുവനും കത്തിയെരിയണം. അപ്പോൾ അവ സൗരഭ്യയാഗമായി സ്വർഗം സ്വീകരിക്കുന്നു. ജീവിതത്തിൽ പൊന്നും വെള്ളിയും തീയിൽ ഉരുക്കി ശോധന ചെയ്യുന്നു, അല്ലേ? അതുപോലെയുള്ള ശോധനകൾ ഉണ്ടാകാം. തട്ടാന്റെ കരസ്പർശനമേൽക്കാതെ, തട്ടാൻ തീയിലിട്ട് ചുട്ടുമടിച്ചും രൂപാന്തരപ്പെടുത്താതെ ഒരു പൊന്നും മനോഹരമായ ആഭരണമായി മാറുകയില്ലെന്നറിയാലോ. കുശവന്റെ പാദസ്പർശനവും കരസ്പർശനവും ഏൽക്കാതെ ഒരു മണ്ണും മനോഹരമായ മാനപാത്രമായി മാറുകയില്ലല്ലോ. തോട്ടക്കാരൻ തന്റെ മൂർച്ചയുള്ള ആയുധത്താൽ ചെത്തി വെടിപ്പാക്കാതെ ഒരു വൃക്ഷവും ഫലം നൽകുകയില്ല. സൗരഭ്യമേറിയ മനോഹരമായ പുഷ്പങ്ങൾ വിടരണമെങ്കിൽ ചെടിക്ക് ഒരു ചെത്തി മിനുക്കൽ ആവശ്യമാണ്. കഷ്ടതകളുടെ രാത്രികൾ ജീവിതത്തിലെ ചെത്തി വെടിപ്പാക്കലുകൾ മാത്രമാണ്. അവ ആനന്ദഘോഷത്തിന്റെ പ്രഭാതം നമുക്ക് നൽകും. ഒരിക്കല് അലക്സാണ്ടർ ചക്രവർത്തി ബീർബലിനോട് ഒരു വാചകം ചുമരിൽ എഴുതണമെന്ന് പറഞ്ഞു. ഒരു നിബന്ധനയും വെച്ചു. സന്തോഷമുള്ളപ്പോൾ നോക്കിയാൽ ദുഃഖവും, ദുഃഖമുള്ളപ്പോൾ നോക്കിയാൽ സന്തോഷവും നൽകുന്നതായിരിക്കണം അത്. ജീവിതത്തിൽ അമിതമായി ദുഃഖിക്കാതിരിക്കുവാനും മതിമറന്ന് ആഹ്ലാദിക്കാതിരിക്കാനും എപ്പോഴും തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാചകം ജ്ഞാനിയായ ബീർബൽ എഴുതി. ഈ സമയം കടന്നു പോകും. ദുഃഖസമയത്ത് കരുത്തേകുന്ന വാചകമാണിത്. കർത്താവ് യേശുവിന്റെ ശിഷ്യന്മാർ അനേകം പീഡനങ്ങൾ സഹിക്കേണ്ടതായി വന്നു. ഹെറോദ രാജാവിന്റെ കാലത്ത് യാക്കോബിന്റെ തല അറുത്തു. പിറ്റേ ദിവസം പത്രോസിന്റെ തല അറുക്കുവാനായി പത്രോസിനെ കാരാഗൃഹത്തിൽ അടച്ചു. ചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ നടുവിൽ കിടന്നിട്ടും പിറ്റേ ദിവസം തന്റെ തല വെട്ടുമെന്ന് ബോധ്യം ഉണ്ടായിട്ടും പത്രോസ് പടയാളികളുടെ മധ്യത്തിൽ സുഖമായി ഉറങ്ങി. കാരണം സന്തോഷത്തിന്റെ ഒരു പുലരി തന്നെ കാത്തു നിൽക്കുന്നു എന്ന് പത്രോസ് വിശ്വസിച്ചതുപോലെ സ്വർഗത്തിലെ ദൂതൻ പത്രോസിനെ രക്ഷിച്ചു. ആമേൻ. സന്ധ്യ എത്ര കഠിനമാകട്ടെ, ഒരു പുലരി വരും. യിരെമ്യാവ് 31:13. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30:19. യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ടും കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരം അരുളും. ഈ വചനം ഒത്തിരി മക്കൾക്കാക്ക് ആശ്വാസം നൽകുന്ന ഒരു തിരുവചനമാണ്. കഴിഞ്ഞ വർഷത്തെ അനുഭവമല്ല ഈ വർഷം.
ഇനി വരാനിരിക്കുന്ന വർഷവും ഈ വർഷത്തിൻ്റെ അനുഭവമായിരിക്കുകയില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. നമ്മുടെ ഉള്ളങ്ങളെ ഉള്ളതുപോലെ അറിയുന്നവൻ ദൈവം മാത്രമാണ്. ദൈവം മാത്രമാണ്. ആ സർവശക്തനിൽ വിശ്വസിക്കാം. നിത്യമായി കണ്ണീരെല്ലാം മാറ്റുന്ന ഒരു ദിനം വരും. നാം ദൈവവുമായി വസിക്കുന്ന ഒരു ദിനം. ഈ ലോകത്തിലെ ദുഃഖങ്ങളെല്ലാം മാറും. യിരെമ്യാവ് 30:17 ഞാൻ നിന്റെ മുറിവുകളെ പൊറിപ്പിച്ച് നിനക്കാരോഗ്യം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. ചേർന്നൊരാമേൻ പറയാം. ആമേൻ. ഒരാമേൻ കൂടെ പറയാം. ഒരിക്കൽ കൂടെ പറയാം. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഞങ്ങളെ ആയുസിൻ്റെ ഒരു പുതിയ ദിനം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ അവിടെ ഞങ്ങൾക്ക് ബലം തരുന്നതിനായി സ്തോത്രം. അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ തിക്തമായ അനുഭവങ്ങളായാലും നല്ല അനുഭവങ്ങളായാലും അത് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കല്ലിൽ തട്ടിപ്പോകാതെ, പാദങ്ങൾ പൊള്ളിപ്പോകാതെ, നദി ഞങ്ങളെ മുക്കിക്കളയാതെ ഉള്ളംകൈയിൽ ഞങ്ങളെ വഹിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കുടുംബമായി ഞങ്ങളെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ പരസ്പരം ആശ്വസിപ്പിച്ച് അന്യോന്യം പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ച് ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ, ഉന്നതത്തിലെ ദർശനങ്ങൾ വ്യക്തമായും സ്പഷ്ടമായും ഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ ഓട്ടം പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ വിശുദ്ധ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യമാക്കുന്ന കർത്താവാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ മക്കൾക്ക് പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നരക്കോളം ചുമക്കുന്ന ദൈവമേ, നിന്റെ ഉള്ളംകൈയിൽ അവരെ താങ്ങുന്നതിനായി സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വയലുകൾക്കായി സ്തോത്രം, ഓഫീസുകൾക്കായി സ്തോത്രം, ഞങ്ങളുടെ ബിസിനസ്സുകൾക്കായി സ്തോത്രം. കലത്തിലെ മാവും തുരുത്തിലെ എണ്ണയും വറ്റിപ്പോകാതെ അവിടെ ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നതിനായി സ്തോത്രം. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള മക്കളെ എല്ലാവരും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ, അവരെ തളർന്നു പോകാതെ ധൈര്യത്തോടെ അവർക്ക് വച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ അവരെ സഹായിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കർത്താവെ, ഈ മാസത്തിനായി സ്തോത്രം ചെയ്യുന്ന ഈ മാസത്തിൻ്റെ ആരംഭം മുതൽ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷം വരെ അവിടെ ഞങ്ങളെ ഹല്ലേലൂയ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയെ യാചനയും കേട്ടിരിക്കുക. നന്ദി അപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂമി ജയിലറയിച്ചവാളോ മരണമോ വന്നിടട്ടെ. ദാഹിച്ചു വലഞ്ഞു ഞാൻ ഭാരത്താൽ വലഞ്ഞിടുമ്പോ ദാഹം ശമിപ്പിപ്പവൻ ദാഹജലം തരുമേ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും.